ഈ വാതിലും ഇങ്ങനെ തള്ളി തുറന്നുകൊണ്ട് നമ്മൾ പോകുന്നത് വിദ്യ ചേച്ചിയുടെ വീട്ടിലെ ക്രിസ്മസ് സെലിബ്രേഷൻ കാണാൻ വേണ്ടിയിട്ടാട്ടോ. നിങ്ങൾ കുഞ്ഞു മക്കളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് നമുക്ക് അതൊന്ന് നോക്കിയാലോ. അത്യാവശ്യത്തിനുള്ള പൊടിക്കൈ ഡെക്കറേഷനൊക്കെ ഇവിടെ നേരത്തെ ചെയ്തു. ഇതാണ് നമ്മുടെ വിദ്യ ചേച്ചി. വിദ്യ ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ മോക്ക് ഭയങ്കര ജീവനാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. അവൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ വീട്ടിലും ഈ പിള്ളേരുടെ കൂടെ ആട്ടോ. ചേച്ചിയുടെ ക്രിസ്മസ് ഡേ കാണാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഞാൻ ഇന്ന് നേരത്തെ ഈ വീട്ടിലേക്ക് വന്നത്. ഇത് ചേച്ചിയുടെ മോള് പാറുക്കുട്ടി. പാറുക്കുട്ടിയാണ് ഈ ട്രീയും ഒക്കെ ഡെക്കറേറ്റ് ചെയ്തതെന്ന് ചേച്ചി നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആദിക്കുട്ടൻ. ഇവിടെ ആദ്യം പാറും ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും ഭയങ്കര കെയറിങ്ങോടെയാണ് അവർ കുട്ടികളെ നോക്കുന്നത്. അതിമനോഹരമായ ഒരു നിമിഷമാട്ടോ ഇത്. കേക്ക് കട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. കുഞ്ഞുമക്കളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവർക്ക് ചിലപ്പോൾ ഇത് ആദ്യത്തെ അനുഭവമായിരിക്കണം. നമ്മൾ ജാതി മതമന്യേ ഇവിടെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇതുപോലൊരു സെലിബ്രേഷനൊക്കെ ചെയ്യാന്ന് പറയുന്നതും എനിക്കൊക്കെ വലിയ കാര്യം കേട്ടോ. പീഹു അത്ര അച്ചടക്കത്തിൽ നിൽക്കില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനും വേദയും ഇവിടെ വന്നത്. ആദ്യം പരിപാടിയിലൊക്കെ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിലും പിന്നീട് ഫുൾ പരിപാടി നമ്മളൊക്കെ കൂടി തന്നെയാണ് നടത്തിയത്. എനിക്കിതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത് ഈ ഗിഫ്റ്റ് ഷെയറിങ്ങുള്ളൊരു സംഭവം കേട്ടോ. ഒരു പെന്നാണെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ ക്ലിപ്പാണെങ്കിൽ പോലും അതവർ ഷെയർ ചെയ്യുമ്പോഴും അതുപോലെ അതൊക്കെ കഴിഞ്ഞൊരു ഹഗ്ഗിങ്ങും കിസ്സിങ്ങും ഒക്കെ കൊടുക്കുമ്പോൾ എൻ്റെ മക്കളെ എന്തൊരു മനസ്സുഖമാണെന്ന് അറിയത് കാണുമ്പോൾ. സത്യം പറഞ്ഞാൽ ഞാൻ അംഗൻവാടി പഠിക്കുമ്പോൾ 1ാം ക്ലാസ് പഠിക്കുമ്പോഴൊന്നും ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ എൻ്റെ പിയുവിന് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓരോ ഗിഫ്റ്റൊക്കെ നമുക്ക് കിട്ടുമ്പോൾ വല്ലാത്തൊരു ഹാപ്പിനെസ് അല്ലേ. എല്ലാം കഴിഞ്ഞ് വിദ്യ ചേച്ചിൻ്റെ വക ഈ വന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ഒരു ഗിഫ്റ്റ്. അറ്റ് ദാറ്റ് ടൈം ഐ റിയലൈസ്ഡ് ഒരു സെക്കൻഡ് സമയത്തെ സന്തോഷമാണെങ്കിൽ പോലും അത് അവരെത്രത്തോളം എൻജോയ് ചെയ്യുന്നെന്ന്. ആൻഡ് ഈ പാർട്ടിയിൽ ഒരു അടിപൊളി സെക്ഷൻ ആട്ടോ ഇത്. പാട്ട് ടി വിയിൽ വെച്ച് ഒരൊറ്റ ചാട്ടാണ്. ഈ കടുകുമണികൾ ഇങ്ങനെ ചാടുന്നതാണ് എന്ത് രസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവരുടെ ഓരോ സ്റ്റെപ്പ് കണ്ടിട്ട് ഞാൻ തന്നെ മൂക്കത്ത് കൈവച്ചു. ഇതൊക്കെ ആരായിരിക്കും ഇവരെ പഠിപ്പിച്ചിട്ടുണ്ടാവുക. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടോ. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ കസേര കളിയാണ്. എന്തെന്നറിയില്ല, എൻ്റെ മോൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോയിട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്ന് ക്രിസ്മസ് അപ്പൂപ്പനെ കാണുന്നു, പുള്ളിക്കാരൻ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ തരണമെന്ന്. അങ്ങനെ 10ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ഞാൻ ക്രിസ്മസ് അപ്പൂപ്പനെ കാണുന്നേട്ടാ. എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഉണ്ണി തന്നെ ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് വന്നിട്ട് എനിക്ക് കൈ നിറച്ച് മുട്ടായിരുന്നു. എൻ്റെ മനസ്സിൽ ആ പഴയ ഓർമ്മ ഇപ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞു മക്കൾക്ക് എത്ര നല്ല നല്ല ഓർമ്മ ഉണ്ടാവില്ലേ ഈ ദിവസം കിട്ടിയത്. പിന്നെ വിദ്യ ചേച്ചിൻ്റെ അടിപൊളി സ്പെഷ്യൽ ബിരിയാണി കൂടെ കഴിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്രിസ്മസ് പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.